പ്രൊഫസർ എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ഭാഗം 5 അധ്യായം 2 കേരള ചരിത്ര സാമഗ്രികളിൽ യൂറോപ്യൻ സഞ്ചാരികൾ. കോസ്മസ് ഇൻഡിക്കോ പ്ലൂസ്തസിന് AD 6-ാം ശതകത്തിന് ശേഷം ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അറിവ് നൽകുന്നവയാണ്. സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയായ റബ്ബി ബെഞ്ചമിൻ 1159 മുതൽ 1173 വരെ പൗരസ്ത്യ രാജ്യങ്ങളിൽ വിപുലമായ പര്യടനം നടത്തി. കൊല്ലത്തെയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ച് രസകരമായ പല വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു. പറഞ്ഞു കേട്ടുള്ള അറിവായിരിക്കണം അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നേരിട്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നോ എന്ന കാര്യം സംശയമാണ്. വെനീസുകാരനായ മാർക്കോ പോളോ 13-ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി കൊല്ലവും കേരളത്തിലെ മറ്റു സ്ഥലങ്ങളും സന്ദർശിക്കുകയും കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കുറിച്ച് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏഴിമലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന കൗതുകകരമാണ്. ചൈനയിൽ വന്ന ആദ്യത്തെ കത്തോലിക്ക മിഷണറിയും പീക്കിങ്ങിലെ 1-ാമത്തെ ആർച്ച് ബിഷപ്പുമായിരുന്ന ജോൺ ഓഫ് മോൺട്രി കോർവിനോ 13-ാം ശതകത്തിൻ്റെ ഒടുവിൽ ചൈനയിലേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലത്ത് ഇറങ്ങുകയുണ്ടായി. കൊല്ലത്ത് കൂട്ടം കൂട്ടമായി താവളമുറപ്പിച്ച മുസ്ലിം വർത്തകരുടെ വാണിജ്യാഭിവൃദ്ധിയുടെ ഫലമായി വ്യാപാര രംഗത്തുനിന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ക്രമേണ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി അദ്ദേഹം പ്രസ്താവിക്കുന്നു. പോർഡിനോണിലെ ഫ്രിയാർ ഒദോറിക് 1322 ചൈനയിലേക്ക് പോകും വഴി കൊല്ലം സന്ദർശിച്ചു. കൊല്ലത്ത് നല്ല തോതിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപാരത്തെയും അവിടെ താമസമാക്കിയിരുന്ന ജൂതന്മാരെയും കുറിച്ച് അദ്ദേഹം പറയുന്നു. ഹിന്ദുക്കളുടെ ഗോഭക്തിയും പരാമർശിക്കപ്പെടുന്നു. സെവറിക്കിലെ ഫ്രിയാർ ജോർഡാനസ് സെന്റ് തോമസ് ക്രിസ്ത്യാനികൾക്കിടയിൽ മിഷണറി പ്രവർത്തനം നടത്താൻ 1324 കൊല്ലത്ത് വന്നു. പോപ്പ് പിന്നീട് അദ്ദേഹത്തെ കൊല്ലം കാലം ബിഷപ്പായി നിയമിച്ചു. ജോർഡാനസിൻ്റെ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. കൊല്ലം തുറമുഖത്ത് നടക്കുന്ന വ്യാപകമായ സുഗന്ധ ദ്രവ്യ വ്യാപാരത്തെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ അഭിവൃദ്ധിയെയും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. കേരളത്തിലെ രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ജ്യോത്സ്യന്മാരുടെയും വൈദ്യന്മാരുടെയും കഴിവിനെ പ്രശംസിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്ന വിദേശ ഗ്രന്ഥകാരൻ ഇദ്ദേഹമാണ്. കേരളത്തിൽ മുമ്പിനാലെ മക്കത്തായം ആയിരുന്നു നിലവിലിരുന്നത് എന്ന് തീരുമാനിക്കാൻ സഹായകമാണ് ഈ യാദൃശ്ചിക പരാമർശം. മധ്യകാലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിദേശീയ ലേഖകനാണ് പോപ്പിൻ്റെ പ്രതിപുരുഷനായിരുന്ന ഫ്ലോറൻസിലെ ജോൺ ഡി മാറിഗ്നൊല്ലി. യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് പോകും വഴി AD 1347 അദ്ദേഹം കൊല്ലത്ത് ഇറങ്ങുകയും സെന്റ് ജോർജ് പള്ളിയിൽ പുരോഹിതനായി 1 വർഷത്തിലധികം താമസിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോളോ കോണ്ടി 1440-41 കാലഘട്ടത്തിൽ കൊല്ലവും കൊച്ചിയും സന്ദർശിച്ചു. കൊല്ലം തുറമുഖത്ത് നടക്കുന്ന ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും വ്യാപാരം അദ്ദേഹത്തെ അത്യധികം ആകർഷിച്ചു. കേരളത്തിൽ കണ്ട പ്ലാവിനെയും മാവിനെയും അദ്ദേഹം ഭംഗിയായി വർണ്ണിക്കുന്നു. കൊച്ചിയെ പറ്റിയുള്ള നിക്കോളോ കോണ്ടിയുടെ വിവരണം ആ തുറമുഖത്തെക്കുറിച്ച് വിദേശ സഞ്ചാരികൾ എഴുതിയ ആദ്യ വിവരണങ്ങളിൽ ഒന്നാണ്. 15-ാം ശതകത്തിലെ കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്ന യൂറോപ്യൻ അല്ലാത്ത ഒരു വിദേശ ഗ്രന്ഥകാരനാണ് പേർഷ്യൻ അംബാസഡറായിരുന്ന അബ്ദുൾ റസാഖ്. അദ്ദേഹം 1442 കോഴിക്കോട്ട് വന്ന് സാമൂതിരിപ്പാടിനെ സന്ദർശിച്ചു. അറബി രാജ്യങ്ങളും കോഴിക്കോടും തമ്മിൽ നടത്തിപ്പോന്ന വാണിജ്യത്തിൻ്റെ വ്യാപ്തിയും അതിൽ അറബികൾക്കുണ്ടായിരുന്ന ഗണനീയമായ പങ്കും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാം. റഷ്യൻ സഞ്ചാരിയായ അത്തനേഷ്യസ് നിക്കീത്തീൻ 1468-74 കാലഘട്ടത്തിൽ കോഴിക്കോട്ട് തുറമുഖവും അവിടുത്തെ വലിയ കമ്പോളവും വർണ്ണിക്കുന്നുണ്ട്. ഹീറോയിനിമോ ഡി സാന്താ സ്റ്റെഫാനോ എന്ന ജനോവക്കാരൻ സഞ്ചാരി 15-ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി കോഴിക്കോട്ട് വന്നു. പട്ടണത്തെയും ഭരണത്തെയും വാണിജ്യത്തെയും കുറിച്ച് കാര്യമായൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നു.
15-ാം ശതകത്തിൽ കോഴിക്കോട് സന്ദർശിച്ച മറ്റൊരു യൂറോപ്യൻ സഞ്ചാരിയാണ് പോർച്ചുഗീസ് നയതന്ത്രജ്ഞനും ഭാഷാ പണ്ഡിതനുമായിരുന്ന പിറോ ഡി കോവിൽഹാം. മുസ്ലിം എന്ന വ്യാജേന ഒരു അറബിക് കപ്പലിലാണ് അദ്ദേഹം കോഴിക്കോട്ട് വന്നിറങ്ങിയത്. അത് വാസ്കോഡഗാമ കോഴിക്കോട്ട് ഇറങ്ങുന്നതിന് ഏതാണ്ട് 10 വർഷം മുൻപായിരുന്നു. കോഴിക്കോട്ട് തുറമുഖത്ത് നടക്കുന്ന കുരുമുളക് കച്ചവടത്തിൽ അദ്ദേഹത്തിനും മതിപ്പ് തോന്നി. പോർച്ചുഗീസ് കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ചരിത്രരേഖകൾ സുലഭമാണ്. ലുഡോവിക്കോ ഡി വർത്തേമയുടെയും ഡ്വാർത്തെ ബാർബോസയുടെയും ലേഖനങ്ങളാണ് ഇവയിൽ പ്രധാനം. 1502 തൊട്ട് 1508 വരെ കേരളത്തിൽ സഞ്ചരിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഇറ്റാലിയൻ ലേഖകനാണ് വർത്തേമ. കോഴിക്കോടിനെയും അവിടുത്തെ ജനങ്ങളെയും ഭരണ സമ്പ്രദായത്തെയും കുറിച്ച് അദ്ദേഹം നൽകുന്ന വസ്തുതകൾ എടുത്തു പറയേണ്ടവയാണ്. ബർബോസ 1500 മുതൽ 1516 വരെ മലബാറിലെ ഒരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായിരുന്നു. മലയാളം നല്ലപോലെ അറിയാമായിരുന്നതുകൊണ്ട് ജനജീവിതത്തെ നേരാവണ്ണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. കേരളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വിവരണങ്ങൾ ചരിത്ര വസ്തുതകളുടെ ഒരു നല്ല നിക്ഷേപമാണ്. വെനീസിലെ വ്യാപാരിയായിരുന്ന സീസർ ഫ്രെഡറിക് 1563 മുതൽ 1581 വരെ ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു പര്യടനം നടത്തുകയും അതിനിടയിൽ മലബാർ സന്ദർശിക്കുകയും ചെയ്തു. കൊച്ചിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ ആ തുറമുഖത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെപ്പറ്റിയും കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളെപ്പറ്റിയും നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നു. കൊച്ചിയിൽ ആദ്യമായി വന്ന 1583 വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹവും കൊച്ചിയിലെ തുറമുഖത്തെയും ജനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു. കൊച്ചിയിൽ ഏറെ മാസം താമസിച്ച അദ്ദേഹത്തിന് ജനങ്ങളുടെ ജീവിതത്തെ അടുത്തു കണ്ടു പഠിക്കാൻ സാധിച്ചു. കൊല്ലത്തുകൂടി കടന്നുപോയ റാൽഫ് ഫിച്ച് അവിടുത്തെ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം ശതകത്തിന്റെ ആദ്യകാലത്ത് 1607 കോഴിക്കോട് സന്ദർശിച്ച ഫ്രഞ്ച് ലേഖകനാണ് പിറാർഡ് ഡി ലാവൽ. എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിച്ചിരുന്ന മതസ്വാതന്ത്ര്യത്തെയും തുറമുഖത്തെ തിരക്കിട്ട വ്യാപാരത്തെയും കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. കോഴിക്കോട്ട് നിലവിലിരുന്ന നീതിന്യായ സമ്പ്രദായത്തെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കുന്നു. പീട്രോ ഡെല്ലാ വെല്ലി എന്ന പ്രസിദ്ധനായ റോമാക്കാരൻ 1623 ഒരു പോർച്ചുഗീസ് കപ്പലിൽ കോഴിക്കോടും മംഗലാപുരവും സന്ദർശിച്ചു. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും 18-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലും ഉത്തര കേരളത്തിലെ കാസർഗോഡ്, ഹോസ്ദുർഗ് പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇക്കേരി നായ്ക്കന്മാരുടെ രാജ്യത്തെയും കോഴിക്കോട്ടെ ജനജീവിതത്തെയും കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ സഹായിക്കുന്നു. പോർച്ചുഗീസ് കാലഘട്ടത്തെക്കുറിച്ചറിയാൻ മേൽപ്പറഞ്ഞ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങൾക്ക് പുറമെ മറ്റു മാർഗങ്ങളുമുണ്ട്. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ജസ്യൂട്ട് മിഷണറിമാർ എഴുതിയ കത്തുകളിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽപ്പെട്ടതും ഒരു കാലത്ത് കരപ്പുറം കൈമൾമാരുടെ അധീനത്തിലായിരുന്നതുമായ മൂത്തേടത്ത്, ഇളയടത്ത് എന്നിവരുടെ ദേശങ്ങളുടെ ചരിത്രത്തിലേക്കും പുറക്കാട് രാജ്യത്തിലെ സംഭവ വികാസങ്ങളിലേക്കും ആ കത്തുകൾ വെളിച്ചം വീശുന്നു. 1610 അർത്തുങ്കൽ താമസിച്ചുകൊണ്ട് കേരളത്തിൽ മിഷണറി പ്രവർത്തനം നടത്തിപ്പോന്ന സൊസൈറ്റി ഓഫ് ജീസസിൽപ്പെട്ട ഡിയോഗോ ഗോൺസാൽവിസ് ഇക്കാലത്ത് എഴുതിയ മലബാറിന്റെ ചരിത്രം ഹിസ്റ്റോറിയ ഡു മലബാർ എന്ന ഗ്രന്ഥം പല ചരിത്ര വസ്തുതകളും ഉൾക്കൊള്ളുന്നു. 1615 എഴുതിയ ഈ ഗ്രന്ഥത്തിൽ തൽകർത്താവ് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികളെ പരാമർശിക്കുന്നുണ്ട്. കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായ ഉദയംപേരൂർ സുന്നഹദോസ് 1599 സമഗ്ര വിവരണം ഈ ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കും. നല്ലവണ്ണം എഴുതപ്പെട്ടതും പോപ്പ് ക്ലൈമന്റ് 8-ാമന്റെ മുദ്ര പതിച്ചതുമായ ഇതിന്റെ ഒരു ലത്തീൻ പ്രതി റോമൻ ജസ്യൂട്ട് ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഗോവയിലെ ആർച്ച് ബിഷപ്പിന്റെ കാര്യദർശി എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വന്ന ലിൻ ഷോട്ടന്റെ 1583-89 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിവരണങ്ങളും കേരള ചരിത്രരചനയ്ക്ക് പ്രയോജനകരമാണ്. 1633 ഡച്ചുകാർ കൊച്ചി പിടിക്കുന്നതിന് തൊട്ടു മുൻപ് അവിടെ വന്ന തോമസ് ഹെർബർട്ട് കൊച്ചിയെക്കുറിച്ച് പല വിവരങ്ങളും നൽകുന്നു.
ഡച്ച് കാലഘട്ടം കേരള ചരിത്രരചനയ്ക്ക് ഉപയോഗപ്രദമായ രേഖകളുടെ കാര്യത്തിൽ സമ്പന്നമാണ്. കേരളത്തിൽ ഉദ്യോഗം നോക്കിയ മികച്ച പല ഡച്ച് ഭരണാധികാരികളും അവരുടെ ഭരണകാലത്തെക്കുറിച്ച് അനുസ്മരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗൊള്ളനെസ്സെ, മൂൺസ്, വാൻ റീഡ് എന്നീ ഡച്ച് സേനാനായകന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. വാൻഗൂൺസിന്റെ മലബാർ പര്യടന കാലത്ത് അദ്ദേഹത്തിന്റെ പുരോഹിതനായിരുന്ന ഫിലിപ്പസ് ബാൾഡേയിസ് എഴുതിയ കുറിപ്പുകൾ മലബാറിലെ ഡച്ച് അധിനിവേശത്തിന്റെ കഥകൾ ഉൾക്കൊള്ളുന്നു. ഡോക്ടർ ജോൺ ഫ്രെയർ തന്റെ ഇന്ത്യൻ പര്യടനത്തിനിടയിൽ 1672-1681 കാലഘട്ടത്തിൽ കൊച്ചിയിലും കോഴിക്കോട്ടും വരികയുണ്ടായി. അദ്ദേഹം ഈ സ്ഥലങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജോൺ നീഹോഫിന്റെ കൊല്ലം ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും കേരളത്തിലെ രാജാക്കന്മാരുമായി അദ്ദേഹമുണ്ടാക്കിയ ഉടമ്പടികളും ചരിത്രദൃഷ്ട്യാ വിലപ്പെട്ടവയാണ്. 1717 മുതൽ 1723 വരെ കൊച്ചിയിലെ ഡച്ച് പുരോഹിതനായിരുന്ന കാൻഡർ വിഷറുടെ കത്തുകൾ ഡച്ച് കാലഘട്ടത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികളെക്കുറിച്ച് ധാരാളം അറിവ് നൽകുന്നു. KP പത്മനാഭമേനോൻ 4 വാല്യങ്ങളിലായി ഇംഗ്ലീഷിൽ എഴുതിയ കേരള ചരിത്രത്തിന് ആധാരം ഈ കത്തുകളാണ്. ഫോസ്റ്ററുകളുടെ ഇംഗ്ലീഷ് ഫാക്ടറികൾ എന്ന ഗ്രന്ഥവും ടാവർനിയറുടെ സഞ്ചാരങ്ങളും ഡച്ച് കാലഘട്ടത്തിലെ കേരള ചരിത്രത്തിന്റെ പല വശങ്ങളും വെളിപ്പെടുത്തുന്നു. 18-ാം ശതകത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളക്കരയിൽ ഒരു കള്ളക്കച്ചവടക്കാരനായെത്തിയ ഹാമിൽട്ടൺ എന്ന ബ്രിട്ടീഷുകാരനും രസകരമായ ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധഗുണത്തെ സവിസ്തരം പ്രതിപാദിക്കുന്ന സുപ്രസിദ്ധമായ ഹോർത്തൂസ് മലബാറിക്കസ് ചരിത്ര പരാമർശമില്ലെങ്കിൽ കൂടി വിലപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് പ്രയോജനകരമായ പല അറിവുകളും അത് നൽകുന്നു. ഫോർബസും ബാർത്തലോമിയോവും ഫ്രഞ്ച് ഗ്രന്ഥകാരനായ അക്വിറ്റീൻ ഡുപ്പറോണും ഡച്ച് ഭരണകാലത്തെ കൊച്ചിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഫോർബസ് 1722 കോഴിക്കോട് സന്ദർശിക്കുകയും ചില വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ബാർത്തലോമിയോ തിരുവിതാംകൂറിനെ കുറിച്ച് എഴുതുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ അധികാരം സ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള രേഖകൾ ഒട്ടേറെയുണ്ട്. തലശ്ശേരിയിലെ കൂടിയാലോചനകൾ, ടെലിഷറി കൺസൾട്ടേഷൻസ്, സാമൂതിരിപ്പാടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1725 തൊട്ട് 1751 വരെ നടന്ന ഇടപാടുകളുടെ രേഖയാണ്. അതിൽ കേരളത്തിലെ ആഭ്യന്തര കാര്യങ്ങളും ഡച്ചുകാരുമായി സാമൂതിരിപ്പാടിനുണ്ടായിരുന്ന ബന്ധവും 1756 മുൻപുണ്ടായ മൈസൂരിന്റെ കേരളാക്രമണവും പ്രതിപാദിക്കപ്പെടുന്നു. 1793 ജോയിന്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട്, ദ റിപ്പോർട്ട് ഓഫ് ദ ജോയിന്റ് കമ്മീഷണേഴ്സ്, ഇംഗ്ലീഷ് അധിനിവേശത്തിന്റെ ആദ്യ വർഷവും തൊട്ടുമുൻപും മലബാറിൽ നടന്ന സംഭവങ്ങളുടെ വിവരം ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭുവിന്റെ ഉത്തരവിൻ പ്രകാരം 1800-നും 1801-നും ഇടയിൽ മലബാർ പര്യടനം നടത്തിയ ഫ്രാൻസിസ് ബുക്കനൻ മലബാറിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ ആദ്യകാല ചരിത്രവും തന്റെ സന്ദർശന കാലത്ത് മലബാറിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിഗതികളുടെ സമഗ്ര വിവരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ഡേയുടെ പെരുമാക്കന്മാരുടെ രാജ്യവും, ദ ലാൻഡ് ഓഫ് ദ പെരുമാൾസ്, സാമുവർ മെറ്റിയറുടെ ധർമ്മരാജ്യം, ലാൻഡ് ഓഫ് ചാരിറ്റി, തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം, നാറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്നിവയും 19-ാം നൂറ്റാണ്ടിലെ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രപരമായ പല വശങ്ങളെയും പ്രതിപാദിക്കുന്നു. മലബാറിലെ ബ്രിട്ടീഷ് കാര്യങ്ങളെ സംബന്ധിച്ച ഉടമ്പടികളും കരാറുകളും മറ്റും എന്ന വിലപ്പെട്ട ഗ്രന്ഥത്തിൽ ലോഗൻ സമാഹരിച്ചിരിക്കുന്ന ഉടമ്പടികളും കത്തിടപാടുകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കേരള ചരിത്രത്തിന്റെ പ്രമാണപ്പെട്ട രേഖകളാണ്.